നമസ്കാരം. ഇന്ന് മെയ് 24 ശനിയാഴ്ചയാണ്. ഇടവം 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായി മഴ പെയ്യുകയാണ്. വിവിധ ജില്ലകളിൽ റെഡ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി വരെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും റെഡ് അലർട്ടാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലും ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. പ്രതീഷ് കോഴിക്കോടേക്കാണ് പോകുന്നത്. ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് മഴയുടെ അവസ്ഥ മലബാർ മേഖലയിൽ നിന്ന്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റജിത്ത. മഴ അത് ശക്തമായി പെയ്യുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ഇന്നലെ തുടങ്ങിയ മഴ അത് നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു ഈ സമയം വരെ. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ശമനമുണ്ട്. പക്ഷേ ഇടവിട്ടാണ് ഈ മഴ പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയ്ക്ക് വലിയ രീതിയിലാണ് പെയ്യുന്നത് എന്നുള്ളതാണ്. ഇടിവെട്ടിയാണ് പല ഘട്ടങ്ങളിലും മഴ പെയ്യുന്നത്. എന്നാൽ പ്രധാനമായിട്ടും പറയേണ്ടത്, കാരണം ഈ മഴ മൂലം അതായത് നഗരത്തിൻ്റെയും അതുപോലെ തന്നെ ഉൾമേഖലകളിലേക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബസ് സ്റ്റോപ്പുകൾക്ക് മുകളിലേക്കും അതുപോലെ തന്നെ വീടുകൾക്ക് മുകളിലേക്കുമൊക്കെ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലെങ്കിലും മണ്ണിടിയുന്ന ഒരു സാഹചര്യവും ഉണ്ട്. കൂടാതെ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ പെയ്യുന്ന മഴ ഇതുവരെ, അതായത് കഴിഞ്ഞ മണിക്കൂർ വരെ നല്ല ശക്തമായിട്ടായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്, നിർത്താതെയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ നഗരത്തിലെ താഴ്ന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്ലക്സ് ബോർഡുകൾ, വലിയ വലിയ പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് നഗരത്തിന്റെ വിവിധ മേഖലകളിലുള്ളത്. അപ്പം ഇത്തരം ഇടങ്ങളിലൊക്കെ തന്നെ ഈ ഫ്ലക്സ് ബോർഡുകൾ കാറ്റടിക്കുന്ന ഘട്ടത്തിൽ ചരിയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഈ വരുന്ന വഴിയിലും ഈ എരഞ്ഞിപ്പാലം റോഡിലും സരോവരം റോഡിലൊക്കെ അത്തരത്തിൽ ഒരുപാട് ഫ്ലക്സ് ബോർഡുകളുണ്ട്. ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇന്നലെ രാത്രിയിലെ മഴയിൽ ഇത്തരത്തിൽ ചരിഞ്ഞ സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരം ഫ്ലക്സ് ബോർഡുകൾക്ക് താഴെക്കൂടെ നടക്കുന്ന ഘട്ടത്തിൽ സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. അതുപോലെ തന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ കറണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മരവും തെങ്ങും ഒക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ടോർച്ച്, അതുപോലെ തന്നെ മെഴുകുതിരി, എമർജൻസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി 5-ലധികം തവണയാണ് നഗരപ്രദേശത്ത് തന്നെ പോയിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഈ പുഴ, അതുപോലെ തന്നെ കടല്, കൂടാതെ ഈ ആളുകൾ ഇറങ്ങുന്ന ജലാശയങ്ങളിലൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കോറികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത്തരം മേഖലകളിൽ ഖനനം നടത്താനും അതുപോലെ തന്നെ ഈ പുഴയിലോ അല്ലെങ്കിൽ കടലിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങുന്നത് പൂർണ്ണമായിട്ട് വിലക്കി ഇന്നലെ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, റജിത്ത്. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ മുതൽ കനത്ത മഴയുണ്ട് പല മേഖലകളിലും. ഉൾമേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഇന്നലെ രാത്രിയൊക്കെ തിരുവനന്തപുരത്ത് പല മേഖലകളിലും അതിശക്തമായ മഴയാണ് ഉണ്ടായത്. പലയിടത്തും ഈ നഗരത്തിലടക്കം മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും വൈദ്യുതി ബന്ധം താറുമാറാവുന്നതുമൊക്കെ കണ്ടു. എന്താണ് രാവിലെയുള്ള സാഹചര്യം? ജില്ലയ്ക്ക് റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണല്ലോ പ്രതീക്ഷ. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. തുടർന്ന് ഈ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരത്തിലും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ രാവിലെയും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ നഗരമേഖലകളിൽ മാത്രമല്ല, മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഉൾപ്പെടെ ശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നുണ്ട്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 3 മണിക്കൂർ നേരത്തേക്കാണ് ഈ ജില്ലകളിൽ റെഡ് അലർട്ട്
പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ 3 മണിക്കൂർ, അതായത് 7 മണിവരെ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയും അതിശക്തമായ മഴയും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ മരം കടപുഴകി വീഴുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. അത് തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, ആൽത്തറ ജംഗ്ഷൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മരങ്ങളും ഒപ്പം മരച്ചില്ലകളും കടപുഴകി വീണ വൈദ്യുതി ബന്ധം തകർന്നിട്ടുണ്ട്. ഇതിനു പുറമെ മെഡിക്കൽ കോളേജ് ഭാഗത്തും ജനറൽ ആശുപത്രിക്ക് സമീപമൊക്കെ തന്നെ ഈ മരച്ചില്ലകൾ വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മറ്റ് മേഖലകൾ, മലയോര മേഖലകളിലേക്ക് പോയാലും ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലകളിൽ പെയ്യുന്നത്. കാട്ടാക്കട മേഖലയിലടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബാലരാമപുരം, വെങ്ങാനൂർ, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലും ഈ മരം കടപുഴകി വീണ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബാലരാമപുരത്ത് ഇന്നലെ രാത്രി 5 അംഗ കുടുംബം താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന സൂചനയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് നേരത്തെ പ്രഖ്യാപിച്ച മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലർട്ട് ഉള്ളത്. അതിന് പുറമെയാണ് 3 മണിക്കൂർ നേരത്തേക്ക് കൂടി ചില ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഉള്ള ജില്ലകളിലൊക്കെ തന്നെ അതിതീവ്ര മഴ, അതായത് റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം വേണമെന്നതാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഒപ്പം ഈ തീരദേശ മേഖലകൾ, കടലിലും ബീച്ചിലേക്കും പോകുന്നതൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന ഒരു അനൗദ്യോഗിക മുന്നറിയിപ്പും നിർദ്ദേശങ്ങളുമൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട്. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും ജില്ലാ ഭരണകൂടം റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ക്വാറികൾക്കും ഖനന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പല ജില്ലകളിലും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാലം ശക്തമായതോടുകൂടി അല്ലെങ്കിൽ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായുള്ള അതിശക്തമായ മഴയിൽ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും എടുക്കുന്നുണ്ട്. അതിനപ്പുറം ഈ പൊതുജനങ്ങളാണ് അതീവ ജാഗ്രത പാലിക്കേണ്ടത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ നിലവിൽ അധികാരികൾ നടത്തുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഉണ്ടാകും. റിജിത്ത. ശരി, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ പാറക്കൽ കൂടി ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് റെഡ് അലേർട്ടാണ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ക്രിസ്റ്റീന, റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കാസർഗോഡ് ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്. പക്ഷേ കാസർഗോഡ് നഗരത്തിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും മഴ പെയ്യുന്നില്ല എന്നാണ് വസ്തുത. മലയോര മേഖലകളിൽ ചെറിയ മഴയാണുള്ളത്. എവിടെയും നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ചവരെ ശക്തമായ മഴ ജില്ലയിലുടനീളമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് ശമനം വന്നു. രാത്രിയോടുകൂടി മഴ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴയില്ല എന്ന് വേണം പറയാൻ. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഈ വിനോദസഞ്ചാര മേഖലകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റാണിപുരത്തും അതുപോലെ തന്നെ ബീച്ചുകളിലുമൊക്കെ പോകുന്ന ആളുകൾ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം ജില്ലയിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. 51 സ്ഥലങ്ങളിൽ പ്രധാനമായും ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ചിലയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ളൊരു സാധ്യതയുണ്ട്. ആ പ്രദേശങ്ങളിൽ ഈ ഡ്രൈനേജ് സംവിധാനമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല വീരമലക്കുന്ന്, അതുപോലെ തന്നെ പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങൾ, അതായത് അവിടെ മട്ടലായിക്കുന്നിൻ്റെ പരിസരത്ത് 20ഓളം കുടുംബങ്ങളും വീരമലക്കുന്നിൻ്റെ പരിസരത്ത് 10ഓളം കുടുംബങ്ങളും ഒരു ഹോട്ടലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകട സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ജാഗ്രതയിലാണ് ജില്ലയുള്ളത്. പക്ഷേ മഴ ഇതുവരെയും ശക്തമായിട്ടില്ല. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, കാസർഗോഡ് അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെയുള്ള മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ 2 ജില്ലകളിൽ റെഡ് അലേർട്ട് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്.
മറ്റൊന്ന് രാവിലെ 7 മണി വരെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അത് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിതൃ സഹോദരനാണ് പ്രതി. കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 24 ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ പോക്സോ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായി അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അമ്മയെയും ഈ പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നത് ഈ കേസിലെ പ്രധാന നീക്കവുമാണ്. അതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വിശദാംശങ്ങൾ എന്താണ്? പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെ, ശ്യാം? റിജിത്ത്, ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഇന്നലെ കടന്നിരിക്കുന്നത്. കാരണം ഈ കേസിൽ 4 വയസ്സുകാരിയായ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ, അതും ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കോലഞ്ചേരി കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു. ഇന്ന് ഒരുപക്ഷെ കോടതി ഈ അപേക്ഷ പരിഗണിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിയെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. പ്രതിയിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ പ്രതി കുട്ടികളെ കൂടുതലായി സ്നേഹം കാണിക്കുകയും അവരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുകയും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിന് പുറമെ കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നതായി പ്രതി പറഞ്ഞിരുന്നു. ഈ വിവരം അമ്മയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ആ മൊഴി സത്യമായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിരവധി ചോദ്യം ചെയ്യലുകളുടെ കടമ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഏറ്റവും വേഗം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി കോടതി ഇന്ന് പരിഗണിക്കും. ശ്യാമി, അമ്മ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് അമ്മയിൽ നിന്ന് വ്യക്തത തേടാനുള്ളത്? അത് സംബന്ധിച്ച് പോലീസ് നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും, ശ്യാം? ഈ കേസുമായി ബന്ധപ്പെട്ട അമ്മയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ അമ്മ വലിയ നിസ്സംഗതയാണ് പുലർത്തുന്നത്. ഇന്നലെ ഉൾപ്പെടെ അമ്മ ഈ പോലീസിനോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോടൊക്കെ പലതിനോടും ഉത്തരം നൽകാതെ നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനെ എറിഞ്ഞ് എവിടെ നിന്നാണ് താഴേക്ക് പാലത്തിൽ നിന്ന് ഇട്ടതെന്ന് പറയുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലുകളിലൊന്നും അമ്മ കാര്യമായി സഹകരിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രതിയെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴി മാത്രമാണ് അമ്മ നൽകിയത്. ഏതായാലും അമ്മയെ ഇന്നും കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, വീട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ തെളിവെടുപ്പിന് അമ്മയെ കൊണ്ടുപോകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ പ്രതിയെ കൂടി കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം. അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരും. പ്രത്യേകിച്ച് 4 വയസ്സുള്ള ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം അമ്മ അറിഞ്ഞില്ല എന്നുള്ളത് പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം കുട്ടിയെ കുളിപ്പിക്കുമ്പോഴോ മറ്റോ ഇക്കാര്യം അറിയേണ്ടത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇത് അറിഞ്ഞില്ല എന്നുള്ളത് പോലീസ് വിശ്വസിക്കുന്നില്ല. ഇനി ഇത് മറച്ചു വെച്ചതാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നീ വിവരങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അമ്മയെയും പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും തയ്യാറെടുക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ. ED ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ വിജിലൻസ് കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഡിജിറ്റൽ തെളിവ് ശേഖരണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. പരാതിക്കാരന്റെ കേസ് ഫയൽ ആവശ്യപ്പെട്ടുള്ള വിജിലൻസിന്റെ കത്തിന് ED മറുപടി നൽകിയിട്ടുണ്ട്. ഇതുവരെ വിജിലൻസും ഇഡിയും പരസ്പരം കേസ് ഫയലുകൾ കൈമാറിയിട്ടില്ല. കേസിലെ 2 മുതൽ 4 വരെ പ്രതികളായ മുകേഷ് മുരളി, വിൽസൺ, രഞ്ജിത്ത് എന്നിവരെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മുൻ MLA ജോർജ് മാത്യു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമോ എന്ന് ഇന്നറിയാം. കോട്ടയത്ത് നടന്ന കർഷക സംഗമത്തിൽ നിർണായക തീരുമാനം കൈക്കൊണ്ടതായാണ് വിവരം. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പുതിയ മുന്നേറ്റം നടക്കുന്നത്. കേരള ഫാർമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം. പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് വാർത്തകൾ വന്നതിന് പിന്നാലെ ഇന്നലെ ഇത് നേതാക്കൾ നിഷേധിച്ചിരുന്നു. എന്നാൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കില്ലെന്നായിരുന്നു ജോർജ് മാത്യുവിന്റെ പ്രഖ്യാപനം. വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരുമോ? ക്രിസ്റ്റീന ബ്രിജിൻ, തീർച്ചയായിട്ടും ഇന്ന് ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് BJP അനുകൂലമായിട്ടുള്ള ഒരു ക്രൈസ്തവ മേഖലകളിൽ സ്വാധീനമുള്ള ഒരു കർഷക പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇന്നലെ ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ നടന്ന കർഷക സംഗമത്തിൽ ഈ വാർത്തകൾ നിഷേധിച്ചിരുന്നു. പക്ഷേ പ്രസംഗത്തിൽ ജോർജ് മാത്യു തന്നെയാണ് മുന്നോട്ട് വെച്ച കാലിന് പിന്നോട്ടെടുക്കില്ല, അത് എന്തൊക്കെ സംഭവിച്ചു
ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ BJP ചായ്വുള്ള ഒരു കർഷക പാർട്ടിയുടെ രൂപീകരണം കൂടിയാണ് വരാൻ പോകുന്നത്. എന്തായാലും നേതൃത്വം ഇന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണോ മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇന്നുണ്ടാകും. പിണറായി 80. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോഴും മഹാമാരികൾ ഭീഷണിയായപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളം ചാർത്തിക്കൊടുത്തൊരു പേരുണ്ട്, ക്രൈസിസ് മാനേജർ. പ്രതിസന്ധികളിൽ പതറാതെ സംസ്ഥാനത്തെ പിണറായി വിജയൻ നയിച്ച 9 വർഷങ്ങളാണ് കടന്നുപോയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയപ്പോഴും വികസന പദ്ധതികളിൽ പിന്നോട്ടില്ല എന്ന ഇച്ഛാശക്തിയുടെ പേരുകൂടിയാണ് പിണറായി വിജയനെന്ന് ഇടത് കേന്ദ്രങ്ങൾ പറയും. ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരങ്ങളിൽ വേച്ചുവീണ കാലം. 2016 മെയ് 25-ന് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അന്നുമുതൽ ഇന്നുവരെ പ്രതിസന്ധികൾ പലതായിരുന്നു. ഒരു തരത്തിൽ മുൻപൊരു ചീഫ് എക്സിക്യൂട്ടീവും നേരിടാത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിക്കാലം. 2018-ൽ നിപ്പ, തീരദേശത്തെ തകിടം മറിച്ച ഓഖി, കേരളത്തെ മുക്കിക്കളഞ്ഞ 2 പ്രളയങ്ങൾ, ഒടുവിൽ കോവിഡ് മഹാമാരി. കോവിഡ് പ്രതിരോധത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാഴ്ത്തിയ ആരോഗ്യ കേരളം മോഡൽ. അപ്പോഴും വിമർശനങ്ങൾ പലതുയർന്നു. പക്ഷേ പിണറായി മാത്രം കുലുങ്ങിയില്ല. പകരം ചരിത്രത്തിലെ ആദ്യ തുടർഭരണ നേട്ടം കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ചു. കിറ്റ് വിവാദമെന്ന പ്രതിപക്ഷം തൊടുത്ത അമ്പിനെ നിഷ്പ്രഭമാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു വെൽഫെയർ, കഴിയുന്നത്ര വെൽഫെയർ ഊന്നൽ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്. അതിന് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും അധിക്ഷേപിക്കുന്ന, അങ്ങനെ പറയാൻ പാടില്ല. ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. ഒന്നാം പിണറായി സർക്കാരിന് പ്രതിസന്ധികൾ അവസരമായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് വെല്ലുവിളികളായിരുന്നു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ വിലപിച്ചിരിക്കാതെ, വികസനം മുടങ്ങാതെ മുന്നോട്ടു പോവുകയാണെന്ന് പിണറായി സർക്കാർ നിലപാടെടുത്തു. നവകേരളം സ്വപ്നം കണ്ടു. വിഴിഞ്ഞം പദ്ധതിയും മലയോര തീരദേശ പാതകളും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും സർക്കാർ ഉയർത്തുന്നു. ലൈഫ് പദ്ധതി മുതൽ കെ-ഫോണും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയും കേന്ദ്ര സർക്കാരിനുള്ള മറുപടിയാണെന്ന് രണ്ടാം പിണറായി സർക്കാർ ആവർത്തിക്കുന്നു. ഒന്നും നടക്കില്ലെന്ന ധാരണ മാറി പലതും നടന്നുവെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. കേരളം കണ്ണീരിൽ കുതിർന്ന മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിലും കേന്ദ്രം കൈവിട്ടപ്പോൾ പുനരധിവാസമടക്കം വേഗത്തിലാക്കി പിണറായി ദ റിയൽ ക്യാപ്റ്റനായി. രണ്ടാമത് നിൽക്കുന്നത് കേന്ദ്രത്തിൻ്റെ കടുത്ത രീതിയിലുള്ള ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള സംഭവം. അപ്പോൾ കേന്ദ്രം കഴിയുന്നത്ര ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒന്നൊരു ചലഞ്ചും മറ്റൊരു ഓപ്പർച്യൂണിറ്റി. ബോധപൂർവം അത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മറ്റെന്തോ ആണ് എന്ന് അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഒരിക്കലും പിണറായി വിജയനെക്കുറിച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പറയാനുള്ളതെല്ലാം തുറന്നു പറയുന്ന, എന്നാൽ പതിരു പറയാത്ത പിണറായി സ്റ്റൈലാണ് കഴിഞ്ഞ 9 വർഷം കേരളം കണ്ടത്. CM എന്നതിന് ക്രൈസിസ് മാനേജർ എന്നു കൂടി അർത്ഥമുണ്ടെന്ന പ്രയോഗം രണ്ടാം സർക്കാരിന്റെ കാലത്തും പിണറായി വിജയന് ചേരും. ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോൽവികൾ രുചിച്ചെങ്കിലും മൂന്നാം പിണറായി സർക്കാർ എന്നത് ഇടതു ക്യാമ്പയിൻ ടാഗ് ലൈൻ ആകുന്നതും പിണറായി വിജയൻ എന്ന ഒറ്റ പേരിലാണ്. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. കേരള മാക്സിവാഫ് ഇൻവെസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മെയ് 29 വ്യാഴാഴ്ച കൊച്ചിയിൽ നടക്കും. വൈകിട്ട് 6-ന് എറണാകുളം ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന പരിപാടി പത്മശ്രീ ഹേമമാലിനി MP ഉദ്ഘാടനം ചെയ്യും. റിസർവ് ബാങ്ക് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും IDFC ഫസ്റ്റ് ബാങ്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായ S. ഗണേഷ് കുമാർ കേരള മാക്സിവ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KLM കോഫി ടേബിൾ ബുക്ക് ഡോക്ടർ തോമസ് മാത്യു പ്രകാശനം ചെയ്യും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ KLM മാക്സിവ ചെയർമാനും അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡറുമായ TP ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും. ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പ്രഖ്യാപനങ്ങളും നടത്തും. KLM മാക്സിവ ഇൻവെസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 29-ാം തീയതി ഗ്രാൻഡ് ഹയാത്തിൽ 6 മണിക്ക് നടക്കുകയാണ്. ഹേമമാലിനി MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തോമസ് മാത്യു IAS, അതുപോലെ തന്നെ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഗണേഷ് കുമാർ, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്.
പ്രധാനപ്പെട്ട ഒട്ടനവധി പരിപാടികളുടെ ഉദ്ഘാടനം അന്നത്തെ ദിവസം നടക്കുന്നതായിരിക്കും. ഫിൻസൈറ്റ് 2030 എന്ന പേരിൽ അടുത്ത 5 വർഷത്തിലേക്കുള്ള കമ്പനിയുടെ റോഡ് മാപ്പും നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്. അതിനകത്ത് കൂടുതലായി നമ്മുടെ ജീവനക്കാരുടെ എക്സ്പാൻഷൻ, ജീവനക്കാരുടെ എണ്ണത്തിലുള്ള വർധനവും ബ്രാഞ്ചുകളുടെ എക്സ്പാൻഷനുമാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഇന്ത്യക്കാർ കൂടുതലായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ലക്ഷ്യമിടുന്നു. നമ്മുടെ AUM 5000 കോടിയിലേക്ക് എത്തിക്കുവാനും നമ്മൾ 5 വർഷത്തിൽ ലക്ഷ്യമിടുകയാണ്. ഇനി കായിക വാർത്തകൾ. IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം രാത്രി 7:30 ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. മികച്ച മാർജിനിൽ ജയിച്ചാൽ പഞ്ചാബിന് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയരാം. പഞ്ചാബ് പഴയ പഞ്ചാബല്ല. റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങളിൽ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ പഞ്ചാബ് കിങ്സ് അടിമുടി മാറി. 11 സീസണിന് ശേഷമുള്ള പ്ലേ ഓഫിലേക്കുള്ള മുന്നേറ്റം അതിന് സാക്ഷ്യം. ചില മത്സരങ്ങളിലെ എന്റർടൈൻമെന്റിനപ്പുറം കന്നിക്കപ്പിനായി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് പ്രീതി സിൻഡയുടെ ടീം. പ്രഭ്സിമ്രാൻ സിംഗ്, ശ്രേയസ് അയ്യർ, പ്രിയാൻഷാര്യ, നെഹാൽ വധേര, ശശാങ്ക് സിംഗ് തുടങ്ങി പവർ ഹിറ്റർമാർക്ക് പഞ്ഞമില്ല പഞ്ചാബ് നിരയിൽ. അർഷ്ദീപ് സിംഗ്, മാർക്കോ യാൻസൻ, യുസ്വേന്ദ്ര ചഹൽ എന്നിവരടങ്ങിയ ബൗളിംഗ് നിരയും കളിതിരിക്കാൻ പോന്നവർ. 12 മത്സരങ്ങളിൽ 17 പോയിന്റുള്ള പഞ്ചാബിന് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയിച്ചാൽ ടോപ്പ് 2 ഫിനിഷ് ഉറപ്പിക്കാം. സ്വപ്നതുല്യ തുടക്കം കളഞ്ഞുകുളിച്ച് പ്ലേ ഓഫ് കാണാതെ പുറത്തായവരാണ് ഡൽഹി ക്യാപിറ്റൽസുകാർ. ആദ്യ 4 കളികളിലും ജയിച്ച അക്സർ പട്ടേലിനും സംഘത്തിനും പിന്നീടുള്ള 9 കളികളിൽ ജയിക്കാനായത് വെറും 2 മത്സരങ്ങളിൽ. കാര്യത്തോടെടുത്തപ്പോൾ കളിമറന്ന ബാറ്റർമാരാണ് ഡൽഹിയെ ചതിച്ചത്. മിച്ചൽ സ്റ്റാർക്കും കുൽദീപ് യാദവും ഒഴികെയുള്ള ബൗളർമാരുടെ മോശം പ്രകടനവും തിരിച്ചടിയായി. 18-ാം സീസണിലും കപ്പില്ലാതെ മടങ്ങുന്ന ഡൽഹിയുടെ ഇനിയുള്ള ലക്ഷ്യം ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുക എന്നത് മാത്രം. സ്പോർട്സ് ഡെസ്ക് 24. സുൽത്താൻ ബത്തേരി നഗരത്തിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. സെന്റ് ജോസഫ് സ്കൂളിന് സമീപമുള്ള വഴിയിലാണ് ഇന്നലെ രാത്രി പുലിയെ കണ്ടത്. കൽപ്പഞ്ചേരി സ്വദേശി മുഹമ്മദ് ആരിഫ് പകർത്തിയ പുലിയുടെ ദൃശ്യം 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഭയാനകമായ ദൃശ്യങ്ങളാണ്, വിവരങ്ങൾ പറയൂ. ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. രാത്രി 12 മണിയോടുകൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ സഹിതം വാർത്തയും നൽകിയത്. കൽപ്പഞ്ചേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ആരിഫാണ് യാത്രക്കിടയിൽ അവിചാരിതമായി ഈ ദൃശ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം ഈ പുലി പോകുന്നത് കണ്ട് നേരെ മൊബൈൽ ഫോൺ ഓണാക്കി വേഗം ആ ദൃശ്യം പകർത്തുകയായിരുന്നു. 16 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യമാണത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പുലി ഒരു റോഡിന് കുറുകെ ചാടുന്നുണ്ട്. അത് സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തുള്ള ഒരു റോഡാണ്. അത് ബത്തേരി ടൗണിൽ തന്നെയുള്ള റോഡാണ്. ഒപ്പം തന്നെ ചീരാൽ വഴി മൈസൂരിലേക്ക് ഊട്ടിയിലേക്കെല്ലാം തന്നെ കടന്നു പോകുന്ന റോഡാണ്. നേരത്തെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. കോട്ടക്കുന്ന് എന്ന് പറയുന്നത് മൈസൂരു റോഡാണ്. ഇത് 2 സമാന്തരമായ റോഡുകളാണ്. ബത്തേരി നഗരത്തിൽ തന്നെയുള്ള സമാന്തരമായ 2 റോഡുകളാണ്. ഒന്ന് ഊട്ടിയിലേക്കും ഒന്ന് മൈസൂരിലേക്കും പോകുന്ന റോഡ്. ഇതിൽ ഇപ്പോഴുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അത് ഊട്ടി റോഡിലാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കോട്ടക്കുന്നിൽ കഴിഞ്ഞ 9-ാം തീയതിയാണ് പുലിയെ കണ്ടത്. ആ പുലിയെ അതിനുശേഷം 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 13-ാം തീയതി കണ്ടു, പിന്നെ 18-ാം തീയതി കണ്ടു, പിന്നെ ഈ കഴിഞ്ഞ തൊട്ട ദിവസം കൂടി കണ്ടു. അത് എല്ലാം കോട്ടക്കുന്നിലായിരുന്നു. കോട്ടക്കുന്നിൽ പോൾ മാത്യൂസ് എന്നയാളുടെ വീടിന്റെ പറമ്പിലുള്ള കോഴിക്കൂടിന് സമീപത്താണ് എത്തിയത്. ഇതുവരെ 9 കോഴികളെയാണ് കടിച്ചു കൊന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ TK രമേശ് അടക്കമുള്ളവരുടെ പ്രതിഷേധമുണ്ടായി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ. ആ പ്രതിഷേധത്തെ തുടർന്ന് കൂട് വെച്ചിട്ടുണ്ട്. പക്ഷേ കൂട്ടിൽ പുലി കയറുന്നില്ല. നിലവിൽ ഇപ്പോൾ അത് അല്പം കൂടി ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. നേരത്തെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും സമാനമായ രീതിയിൽ തന്നെ പുലിയെ കണ്ടിരുന്നു. എന്തായാലും ആളുകളുടെ ആശങ്ക വലിയ അളവിൽ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സ്ഥലത്ത് സന്ദർശകർക്ക് നിയന്ത്രണം. ഡിസാസ്റ്റർ ടൂറിസമായി കാണരുതെന്ന് മലപ്പുറം കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. തകരാത്ത ഒരു വശത്തെ സർവീസ് റോഡ് ഉടൻ തുറന്നുകൊടുത്ത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്.
കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഉടൻ സന്ദർശനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ, പരിഹാരമാർഗം എന്തൊക്കെ എന്നിവ അടങ്ങിയതായിരിക്കും ഈ റിപ്പോർട്ട്. നെൽവയലുകൾ നികത്തി ദേശീയപാതാ നിർമ്മാണം നടത്തുന്ന കണ്ണൂർ കീഴാറ്റൂരിൽ സമരം ചെയ്തവർ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ ശരിവയ്ക്കുന്നതാണ് നിലവിലെ അവസ്ഥ. മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുന്നിടത്ത് വ്യാപകമായി മണ്ണിടിഞ്ഞു തുടങ്ങി. പാതയുടെ രണ്ട് വശങ്ങളിലുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞതോടെ മഴ ശക്തിപ്പെട്ടാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വർക്ക് ചെയ്യുന്നത് അശാസ്ത്രീയമായിട്ടാണ്. വയലിനേക്കാളും താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ അണ്ടർപാസ് കൾവർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇടുന്ന വെള്ളം ഒഴുകി പോകാതെ അവസ്ഥ വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ വലിയൊരു തോടുണ്ട്, ആ തോടിന് റിട്ടേൺ വരും വെള്ളം. അപ്പോൾ ഈ പ്രദേശത്ത് കംപ്ലീറ്റ് വെള്ളം നിറയും, ആ വീടുകളിലൊക്കെ കയറും. ഒരു ദിവസം മഴ കനത്തു പെയ്താൽ പാതയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ വെള്ളം കയറുമെന്നുറപ്പ്. വെള്ളത്തിന്റെ ഒഴുക്ക് സാധാരണ നിലയിൽ തുടരാനുള്ള സംവിധാനം DPRലുണ്ട്, നിർമ്മാണത്തിലില്ല. മണ്ണിട്ടുയർത്തി പാതാ നിർമ്മാണം തകൃതിയാണ്. മഴ തുടങ്ങിയപ്പോൾ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നതും തകൃതി. കൃഷിയിടത്തിൽ നിന്ന് ഏകദേശം 5 മീറ്ററോളം മണ്ണിട്ടുയർത്തിയാണ് ഇവിടെ പാതയുടെ നിർമ്മാണം നടത്തിവരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരൊറ്റ മഴയിൽ ഈ റോഡിനോട് ചേർന്ന ഭാഗത്ത് ഈ മണ്ണിട്ടുയർത്തിയ ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഈ റോഡ് ഉൾപ്പെടുന്ന ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം, ഈ മണ്ണ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വയലാണ്, തണ്ണീർത്തടാണ്, ഇവിടെ മുന്നേ പുഴയുണ്ടായ സ്ഥലമാണ്. ആ സ്ഥലത്ത് പിന്നെ ഇത്തരം ഒരു ശാസ്ത്രീയമല്ലാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ അന്നേ എല്ലാ പൊതുസമൂഹത്തെ അടക്കം പിന്നെ അത് ഗവൺമെൻറ്റിനെ അടക്കം ബോധ്യപ്പെടുത്തിയതാണ്. അതിനെല്ലാം ഇവർ അട്ടിമറിച്ചുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ചിലവരുടെ പിടിവാശി മൂലം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ വർക്ക് നടത്തുന്നത്. കാരണം ഇങ്ങനെയല്ല ഈ വയലിൽ നടത്തേണ്ട വർക്കല്ല ഇവിടെ നടത്തുന്നത്. മണ്ണിനെ ബലപ്പെടുത്തി നിർത്താൻ ഉയരത്തിലുള്ള റീറ്റൈനിങ് വാളുകൾ DPRലുണ്ട്, അതും നിർമ്മാണത്തിലില്ല. കരാർ കമ്പനിക്ക് ലാഭം കൊയ്യാൻ തോന്നും പടിയുള്ള നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തമാണ്. 24 കണ്ണൂർ. അവധിക്കാലത്ത് കുട്ടികൾക്ക് നാടകത്തിന്റെയും സൗഹൃദത്തിന്റെയും അനുഭവം പകർന്ന് തൃശൂർ രംഗചേതനയുടെ കളിവട്ടം ക്യാമ്പ് ഈ മാസം 25-ന് സമാപിക്കും. 64 കുട്ടികളാണ് ഒരു മാസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ ഭാഗമായത്. ലഹരിക്കെതിരായ സന്ദേശമായിരുന്നു ഇത്തവണത്തെ കളിവട്ടത്തിന്റെ പ്രത്യേകത. ആടിത്തിമിർക്കുകയാണ് കുട്ടികൾ. പാട്ടാണ് ലഹരി, നാടകമാണ് ലഹരി, വായനയാണ് ലഹരി. ഇതൊരു നാടകമാണ്, ലഹരിക്കെതിരായ സന്ദേശം പകരുന്ന നാടകം. ഇത്തരത്തിൽ 3 നാടകങ്ങൾ സമാപന ദിനമായ ഞായറാഴ്ച കുട്ടികൾ അവതരിപ്പിക്കും. ജീവിതം ലഹരി, അത്തിപ്പഴം, തന്വിയുടെ ജന്മദിനം എന്നിവയാണ് അരങ്ങിലെത്തുക. നമുക്ക് ജീവനില്ലെങ്കിൽ തന്വിമോളുടെ മനസ്സിൽ നമ്മൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. നമ്മൾ എന്ത് സമ്മാനം തന്വിമോൾക്ക് കൊടുക്കാം? സാധിക്കുമെങ്കിൽ എനിക്ക് തന്വിമോൾക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്നുണ്ട്. രംഗചേതന 41 വർഷം തുടർച്ചയായി അവധിക്കാലത്ത് കുട്ടികൾക്ക് സൗജന്യമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് പോലും മുടങ്ങിയില്ല. തീർത്തും സൗജന്യമായാണ് കളിവട്ടത്തിലേക്കുള്ള പ്രവേശനം. KV ഗണേശാണ് ക്യാമ്പ് ഡയറക്ടർ. ഈ ക്യാമ്പിലെ കുട്ടികളെല്ലാം തന്നെ നാളത്തെ നാടകക്കാരാകണമെന്നോ സിനിമാക്കാരാകണമെന്നോ ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് അവരുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തുമ്പോൾ ആ ഇടത്ത് കൂടുതൽ ഊർജ്ജവത്തായിട്ട് അവരെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് പരുവപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ കളിമുറ്റം ഒരുക്കിയതിൻ്റെ, കളിവെട്ടം ഒരുക്കിയതിൻ്റെ പുറകിലുള്ള രംഗചേതനയുടെ പ്രവർത്തകരുടെ ഒരു താല്പര്യം. 6 വയസ്സുകാർ മുതൽ 16 വയസ്സുള്ളവർ വരെ ക്യാമ്പിന്റെ ഭാഗമാണ്. എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആഗോള വെക്കേഷൻ നമ്മൾ വീട്ടിൽ വെറുതെ ബോറടിച്ച് ഫോൺ നോക്കിയിരിക്കണേക്കാൾ നല്ലതായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാൻ പറ്റും. നമുക്ക് പുതിയ ക്യാരക്ടർ ബിൽഡിംഗ് ആയി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാനൊക്കെ പറ്റും. കളിവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് സോണാണ്. ഇവിടെ ഭയങ്കര കംഫർട്ട് സോൺ, എല്ലാവരുമായിട്ടും എന്തായാലും ഭയങ്കര ഫ്രീ ആയിട്ട് തുറന്ന് നമുക്ക് കളിച്ച് ചിരിച്ച് നടക്കാനായി പറ്റും. ഇവിടെ എല്ലാവരും കൂട്ടാകുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. എല്ലാ കൊല്ലം നമ്മൾ ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഉല്ലാസത്തിനപ്പുറം കുട്ടികൾക്കുണ്ടാകുന്ന സാമൂഹിക അവബോധവും സദസ്സിനെ നേരിടാനുള്ള കരുത്തും
ഈ അവധിക്കാല നാടകയാത്ര കൊണ്ട് സാധ്യമാകും. അതിന് ഊർജ്ജമേകുകയാണ് തൃശൂർ രംഗജനയുടെ പ്രവർത്തകർ. കളിവട്ടത്തിന് നമുക്കൊരു ക്ലാപ്പ് എടുക്കാം. 24 തൃശൂർ. ആഗ്രഹിച്ചു വെച്ച വീട് നഷ്ടപ്പെടാതിരിക്കാൻ സമ്മാന കൂപ്പൺ ഇറക്കി വീട്ടുടമസ്ഥൻ. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശി ആനന്ദ് ബാബുവാണ് വീട് ജപ്തിയാകാതിരിക്കാൻ അറ്റകൈ പ്രയോഗം നടത്തുന്നത്. ഇലക്ട്രിക്കൽ കട നടത്തിയിരുന്ന ആനന്ദ് ബാബു രോഗബാധിതനായതോടെയാണ് കുടുംബം വലിയ കടത്തിലേക്ക് പോയത്. ആദ്യമായി നട്ട പ്ലാവ് നിറയെ ചക്ക കായ്ച്ചു. ആത്തിപ്പഴം കിളികൊത്താറായി. പിച്ചിമരം വെള്ളം കിട്ടാതെ വാടിത്തുടങ്ങിയത് കണ്ട് ശോഭ വെള്ളം നനച്ചു. എട്ട് വർഷം മുമ്പാണ് ആനന്ദ് ബാബുവും ഭാര്യ ശോഭയും കുടുംബ വീടിരുന്നെടുത്ത് പുതിയ വീട് വെച്ചത്. സ്വർണം വിറ്റും കൂട്ടിവെച്ചതും കടം വാങ്ങിയുമൊക്കെ വീട്ടിൽ കയറിക്കൂടി. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ച വീടല്ലേ, ഒരു പപ്പ കൊടുത്ത സ്ഥലത്താണ് നമ്മൾ ആഗ്രഹിച്ച് വെച്ചതാണ്. എൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്തും പിന്നെ അതുപോലെ എനിക്ക് വട്ടപ്പാറ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അതൊക്കെ വിറ്റാണ് ഈ വീട് വെച്ചത് തന്നെ. അപ്പോൾ ഇത് വളരെ നമുക്ക് താമസിക്കാനായിട്ട് നമ്മൾ വളരെ ആഗ്രഹത്തോടെ വെച്ചൊരു വീടാണ്. അപ്പോൾ അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വേദനയുണ്ട്. ഇലക്ട്രീഷ്യനായ ആനന്ദ് ബാബുവിനെ രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ പറ്റാതെയായി. 2018 കട തുടങ്ങാൻ തീരുമാനിച്ചു. ബാങ്ക് വായ്പ 8 ലക്ഷം രൂപ എടുത്തു. കോവിഡ് കാലത്താണ് തന്നെ ബാധിച്ചത് ആമവാദമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു വർഷത്തോളം ആദ്യം ഞാൻ അലോപ്പതി ചികിത്സയായിരുന്നു. ഒരു വർഷം അലോപ്പതി ചികിത്സ സമയത്താണ് ഞാൻ ഈ 8 ലക്ഷം ലോൺ ഉണ്ടായിരുന്നത് 15 ലക്ഷമായി. 15 ലക്ഷം ആയപ്പോൾ മാസം അടവ് 20,000 രൂപ അടവായി. ആ സമയത്ത് തന്നെ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടായി. ഞാൻ ഒരു 6 മാസത്തോളം പൂജപ്പുര ആയുർവേദ ആശുപത്രിയിൽ അവിടെ കിടന്ന് ചികിത്സയിലുണ്ട് മോളുടെ. അവിടെ കിടന്നിട്ട് തിരിച്ചു വിടുന്ന സമയത്ത് വീണ്ടും ബുദ്ധിമുട്ടായി, നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് പൈസ അടയ്ക്കൊക്കെ ഇല്ല. അങ്ങനെ ഇപ്പോഴത് ഒരു 65-ന് വെളിയിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെയും ബിസിനസ് ലോൺ എടുത്ത് ഓൺലൈൻ ലോൺ എടുത്ത് എല്ലാം കൂടി ആശുപത്രി 90 ലക്ഷത്തിൻ്റെ ബാധ്യത ഇപ്പോൾ ഉണ്ട്. രോഗശൈലിയിൽ വർഷങ്ങൾ, ചിലവുകൾക്ക് പിന്നെയും വായ്പ എടുത്തു. കടം പെരുകി. വേറെ എൻ്റെ വീട് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാരണം വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതങ്ങനെ വീട് തിരിച്ചു കിട്ടണം ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂപ്പൺ ഇറക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഒരു 500 രൂപ കൂപ്പണാണിത്. അപ്പോൾ എടുത്ത് സഹായിക്കാന്നുള്ളത് എടുത്ത് സഹായിക്കാം, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ജപ്തിയുടെ വക്കിലെത്തിയപ്പോഴാണ് സമ്മാന കൂപ്പൺ ആശയം തോന്നിയത്. 500-ന്റെ 20,000 എണ്ണം. സമ്മാനമൊഴികെ കിട്ടുന്നത് കടം വീട്ടാൻ. ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ ഇറങ്ങിയതിന് കാരണം നിസ്സഹായത കൊണ്ടാണ്. സമൂഹം സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. തിരുവനന്തപുരത്ത് നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. മിൽമയിലെ സമരം ഒത്തുതീർപ്പാക്കാൻ ഇന്ന് മന്ത്രിതല ചർച്ച. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവരാണ് തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുന്നത്. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ സംഘടനാ നേതാക്കളും തൊഴിലാളി പ്രതിനിധികളും പങ്കെടുക്കും. മിൽമ തിരുവനന്തപുരം മേഖല MD ആയിരുന്ന പി മുരളിയെ വിരമിക്കലിന് ശേഷവും തൽസ്ഥാനത്ത് വീണ്ടും നിയമിച്ച തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അനിശ്ചിതകാല പണിമുടക്ക്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇന്നലെ പണിമുടക്ക് പിൻവലിപ്പിച്ചത്. നിതി ആയോഗിന്റെ 10ാമത്തെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള രൂപരേഖയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും. ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ രാജ്യത്തുടനീളമുള്ള മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും പങ്കെടുക്കും. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കില്ല. പകരം മറ്റാരെങ്കിലും യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. സംരംഭകത്വം, തൊഴിൽ, നൈപുണ്യ പരിശീലനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന ചർച്ചകൾ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി ഡോക്ടർ ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് US-ലേക്ക് പുറപ്പെടും. 9 പേരടങ്ങുന്നതാണ് സംഘം. പനാമ, കൊളംബിയ, ബ്രസീൽ എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തും. കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. റഷ്യ, ജപ്പാൻ, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലുള്ള പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. അതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ എത്തും. പാകിസ്ഥാന്റെ ഷെൽ ആക്രമണങ്ങൾക്ക് ഇരയായവരെ കാണും.
എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ CISF ഉദ്യോഗസ്ഥരായ പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. നെടുമ്പാശ്ശേരി പോലീസാണ് അങ്കമാലി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിവരങ്ങൾ ശ്യാം. റിജിത്ത്, നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് നെടുമ്പാശ്ശേരി പോലീസ് അങ്കമാലി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൊല്ലപ്പെട്ട ഐവിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിലെ പരിശോധനാ ഫലങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 CISF ഉദ്യോഗസ്ഥരെയും തെളിവെടുപ്പ് നടത്തി കൂടുതൽ തെളിവ് ശേഖരിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. CISF ഉദ്യോഗസ്ഥരെ സംഭവ സ്ഥലത്തെത്തിച്ചാൽ കൂടുതൽ ജനകീയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പേടിച്ചായിരുന്നു നേരത്തെ പോലീസ് കസ്റ്റഡി അപേക്ഷ വൈകിപ്പിച്ചത്. ഏതായാലും പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് അവരുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി കേരള വാർത്തകൾ കാണാം. സംസ്ഥാനത്ത് 2 റെയിൽവേ സ്റ്റേഷനുകൾ പ്രവർത്തനം നിർത്താൻ തീരുമാനം. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ, കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷാഘാതം, വായിലെ ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ ഉമിനീർ പരിശോധിച്ച് തിരിച്ചറിയാനുള്ള ബയോ സെൻസറുകൾ കണ്ടെത്തി മലയാളി. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സ് ചിക്കാഗോയിൽ നിന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗവേഷണം നടത്തിയ ഡോക്ടർ ഹരിത ജോർജാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ. കൊല്ലം ബീച്ചിന്റെ വശങ്ങളിൽ മാലിന്യം തള്ളുന്നതായി പരാതി. 1.5 മാസം മുൻപ് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തിയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരിച്ച പ്രദേശങ്ങളിൽ വീണ്ടും മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതിയിലാണ്. കോട്ടയം അണ്ണായിൽ ഊരമല റോഡ് തകർന്നിട്ട് 5 വർഷം. റോഡിന്റെ നവീകരണം എത്രയും വേഗം നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. നടപടിയെടുക്കാതെ അധികൃതർ. തൊമ്മൻകുത്ത് ചപ്പാത്ത് പാലം പുതുക്കി പണിയുന്നില്ലെന്ന് പരാതി. വനഭൂമിക്കുള്ള പൈസ അടയ്ക്കാനുള്ള അനുമതി കിട്ടാത്തതാണ് പാലം പണി വൈകുന്നതെന്ന് അധികൃതർ. പത്തനംതിട്ടയിൽ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നറിയാം. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 1 വിധി പറയുക. മരിച്ച ശാരികയുടെ ആൺസുഹൃത്ത് സജിൽ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കൂടെ ചെല്ലാൻ വിസമ്മതിച്ച കടമ്മനിട്ട സ്വദേശിനി ശാരികയെ 2017 ജൂലൈയിലാണ് പ്രതി സജിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇനി ചില പ്രധാന അറിയിപ്പുകൾ നോക്കാം. തൈക്കാട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ജിയോഗ്രഫി, എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർ ഒഴിവ്. അഭിമുഖം ഈ മാസം 26-ന്. കണ്ണൂർ വളപട്ടണത്തെ അഴീക്കോട് സബ്സ്റ്റേഷന്റെ വിവിധയിടങ്ങളിൽ ഈ മാസം 25 മുതൽ 27 വരെ ഭാഗികമായോ പൂർണ്ണമായോ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ആലപ്പുഴ മൊബൈൽ മണ്ണ് പരിശോധനാ ലാബിന്റെ സഹകരണത്തോടെ കൃഷിഭവനിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തുന്നു. ഈ മാസം 26 മുതലാണ് ക്യാമ്പയിൻ. IHRD എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട്. ആർമി, പോലീസ് വകുപ്പുകളിൽ ജോലി ചെയ്തിരുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥർക്ക് മുൻഗണന. പ്രായപരിധി 60 വയസ്സ്. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിവർത്തന പഠന കേന്ദ്രത്തിൽ വിവർത്തകരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തന പ്രാവീണ്യം. തൃശൂർ കോർപ്പറേഷന് സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മേൽക്കൂരയുടെ തകരാർ സംബന്ധിച്ച് കോർപ്പറേഷൻ പരാതി ലഭിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം അപകടത്തെക്കുറിച്ച് ഇന്ന് വിശദമായ അന്വേഷണം ആരംഭിച്ചേക്കും. ഇന്നലെ വൈകുന്നേരമാണ് കോർപ്പറേഷൻ സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ച്. വിവരങ്ങളുമായി സൂരജ് സജ്ജയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാക്കാൻ പോകുന്നു, മറുവശത്ത് ഇന്ന് അന്വേഷണവും ആരംഭിക്കുകയാണല്ലോ. വിവരങ്ങൾ.
ക്രിസ്റ്റീന, കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്നലെ ജില്ലാ ഭരണകൂടം അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിരുന്നതാണ്. ഈ മേൽക്കൂര തകർന്നിരിക്കുകയാണ്, ഒരു തൂൺ ഇളകി നിൽക്കുകയാണ് എന്ന പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കം ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ആ തൂൺ മുറിച്ചു മാറ്റിയതല്ലാതെ അത് ആ തകരാർ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതാണ് ഇന്നലെ പെയ്ത മഴയിലും കാറ്റിലും ഈ 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഈ മേൽക്കൂര താഴേക്ക് വീഴാൻ ഇടയാക്കിയത്. എന്തായാലും ഇത് കോൺഗ്രസിനെയും BJPയും സംബന്ധിച്ച് അവർ രാഷ്ട്രീയ വിഷയമാക്കുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. കോർപ്പറേഷൻ ആകട്ടെ തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലൂടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷ എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ക്രിസ്റ്റീന, സൂരജ്, ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വല്ലാതെ നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു അപകടമാണ് ഉണ്ടായത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ വിശദീകരണം? അവർ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ സൂരജ്? TK, വലിയ നടുക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായത്. കാരണം ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പാതയാണ്. ആ പാതയിലേക്കാണ് ഈ ഷീറ്റ് വീഴുന്നത്. പക്ഷേ ആ സമയത്ത് മേൽക്കൂര വീഴുന്ന സമയത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം മഴ പെയ്തു തുടങ്ങിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന യാത്രികരടക്കം വഴിയോരത്ത് കയറി നിന്നു. കാൽനട യാത്രക്കാരും മഴ പെയ്തു തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ സമീപത്തെ കടകളിലേക്ക് കയറി നിന്നു. വാഹനം നന്നേ കുറവായതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒഴിവാക്കുന്നതിലേക്കും മറ്റ് അപകടങ്ങളിലേക്കോ കാര്യമായ അപകടങ്ങളിലേക്കോ പോകാതെ സംരക്ഷിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത് ഈ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരാതി ലഭിച്ചിരുന്നില്ല, അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രതിപക്ഷമാകട്ടെ കൃത്യമായി പരാതി ഇവർ ധരിപ്പിച്ചിരുന്നെന്ന് പ്രതിപക്ഷം പറയുന്നു. അതോടൊപ്പം തന്നെ സമീപത്തെ വ്യാപാരികളും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നെന്ന് അവരും വ്യക്തമാക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഈ കാറ്റിൽ മേൽക്കൂര നിലംപതിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുകൂടി ശക്തമായ ആരോപണം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. TK, വീണ്ടും ഒരിക്കൽ കൂടി മഴ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കണ്ണൂർ, കാസർഗോഡ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി വരെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും റെഡ് അലർട്ടാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഫറൂഖിൽ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മരം വീണു. വിവരങ്ങളുമായി ആദ്യം ചേരുന്നത് കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനാണ്. ഷഹദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. കോഴിക്കോട് നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ക്രിസ്റ്റീന, രജിത്ത, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ വീണ്ടും ജില്ലയിൽ മഴ തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറിൽ, അതായത് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് വലിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നില്ല. കാരണം നേരിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വീണ്ടും ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ ഇടവിട്ടുള്ള മഴയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഇടവിട്ടുള്ള മഴ എന്ന് പറയുന്നത് അത് ശക്തമായിട്ടുള്ള മഴയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ മുന്നറിയിപ്പ് പാലിക്കണം, അല്ലെങ്കിൽ അവർ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ഉടൻ തന്നെ മാറി താമസിക്കണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ജലാശയങ്ങളിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ കുളിക്കാൻ ഇറങ്ങുന്നവർ, അതുപോലെ മറ്റ് വെള്ളക്കെട്ടുകളിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇത്തരം മേഖലകളിൽ ഒരു കാരണവശാലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ കോർപ്പറേഷനുകൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്കും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം മേഖലകളിൽ പ്രത്യേകം നിരീക്ഷണം നടത്താൻ വേണ്ടി. കൂടാതെ ഈ അപകട സാധ്യതയുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ജില്ലയുടെ മലയോര മേഖലകളിലും നഗരമേഖലകളിലും ഒക്കെ തന്നെ ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ സൈന്യത്തിന്റെ സേവനം ഉറപ്പുവരുത്താനുള്ള ഒരു തീരുമാനം ഇന്നലെ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ സൈന്യവുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, താമരശ്ശേരി, വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന, മലയോര മേഖലകളിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ ചുരം മേഖലകളിലൊക്കെ പോകുന്ന ആളുകൾ പരമാവധി രാത്രികാല യാത്ര ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ, അതായത് ഈ ചുരം കയറുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
ഇത്തരം മേഖലകളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പോവുക. എന്നാൽ രാത്രി കാലങ്ങളിൽ യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൽ വെള്ളക്കെട്ട്, അത് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മാനാഞ്ചിറ, അതുപോലെ തന്നെ കോട്ടൂളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ. അപ്പോൾ ഇത്തരം മേഖലകളിൽ ഇറങ്ങുന്ന ആളുകൾ ഈ പോസ്റ്റിന്റെ കമ്പിയൊക്കെ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. ശരി, വടക്കൻ ജില്ലകളിൽ പൊതുവായി കനത്ത മഴയുണ്ടാകും, അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോഴിക്കോട്ട് നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഷഹദ് റഹ്മാൻ. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് കൊച്ചി നഗരത്തിലെ രാവിലത്തെ സാഹചര്യം? റിജിത്ത്, രാവിലെ ഇപ്പോൾ കൊച്ചിയിൽ പ്രത്യേകിച്ച് വൈറ്റില ഭാഗങ്ങളിലൊക്കെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമൊക്കെ ഇടവിട്ട് പെയ്യുന്ന മഴയായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അത് ചെറിയ വെള്ളക്കെട്ടുകൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു. ഇന്നലെ വൈകിട്ട് കളമശ്ശേരി നഗരസഭയുടെ മുന്നിൽ നിന്ന ഒരു ഞാറമരം ഒടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി, ഒരു ഓട്ടോയുടെ മുകളിൽ വീണു. പക്ഷേ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ ശക്തമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇടവിട്ടാണ് ശക്തമായ മഴയുണ്ടാകുന്നത്. മഴ പെയ്യുന്നു, അത് മാറുന്നു, പിന്നെയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പെയ്യുന്നു. ആ രീതിയിലാണ് മഴ ഉണ്ടാകുന്നത്. ഏതായാലും ഇന്നലെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥിതിയുമില്ല. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ജില്ലയിലും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ കൂടി ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് റെഡ് അലേർട്ട് മേഖലയാണ്. അവിടെ ഇപ്പോൾ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്ത്യന, റീജിയത്ത് കാസർഗോഡ് ഇപ്പോൾ നിലവിൽ മഴയില്ല. പക്ഷേ മഞ്ചേശ്വരം ഭാഗങ്ങളിലൊക്കെ, അതായത് കർണാടകയോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മലയോര മേഖലകളിൽ ചെറിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡ് നഗരത്തിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇന്നലെ ഉച്ചവരെ അതിശക്തമായ രീതിയിലുള്ളൊരു മഴയുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റാണിപുരം, അതുപോലെ തന്നെ കാസർഗോഡ് ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരും തന്നെ മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കടൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ബീച്ചിലാണ്. ഈ കടൽ തന്നെ പ്രക്ഷുബ്ധമാണ്. ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ അവരോടൊക്കെ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടാവും, വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം കൂടുതലായും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. വീരമലക്കുന്ന്, അതുപോലെ തന്നെ പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മട്ടലായിക്കുന്നിൻ്റെ പരിസരത്ത് 30ഓളം കുടുംബങ്ങളാണ് ആ കുന്നിൻ്റെ താഴെ താമസിക്കുന്നത്. ഈ വീരമലക്കുന്നിന് താഴെ 10ഓളം കുടുംബങ്ങളുണ്ട്. ഒരു ഹോട്ടലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.